നമസ്കാരം. തീർത്ഥയാത്രയിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ തിരുവനന്തപുരത്താണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ സമയമുണ്ട്. അപ്പോൾ ആദ്യം പഴവങ്ങാടി ഗണപതി ഭഗവാനെ പോയി കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു. അതിനുശേഷം സമയമുള്ളതുകൊണ്ട് വളരെ ഏതാണ്ട് 10-25 വർഷം മുമ്പ് വന്നതാണ്. സൂവിലേക്ക് ഒന്ന് വരികയാണ്. അപ്പോൾ സൂവിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് നോക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ തീർത്ഥയാത്രയിലെ വൈവിധ്യങ്ങളായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സൂവിലെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള ഗാർഡനാണ്. ഇവിടെ ഗാർഡനിലൊക്കെ നമുക്ക് കയറി വേണമെങ്കിൽ വിശ്രമിക്കാം. ഇന്ന് മഴ ആയതുകൊണ്ട് ആരുമില്ല. ഈ മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിങ്ങമാസമായി, പക്ഷേ കർക്കിടകത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ നോക്കി പാർക്കിലൊന്നും ആരുമില്ല. അപ്പോൾ ആരുമില്ലാത്ത ഒരു സമയം ആണ്. അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് കരുതി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 25 വർഷത്തിന് മുമ്പോളമാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ടിക്കറ്റ് കൗണ്ടർ ഇങ്ങനെയാണ്. ടിക്കറ്റ് കൗണ്ടർ ഏതാണ്ട് ഒരു 200 മീറ്ററോളം ഇങ്ങനെ അകത്തേക്ക് വരണം. എന്നാലാണ് ടിക്കറ്റ് കൗണ്ടർ വരുള്ളൂ. ഇത് ബംഗാൾ കുരങ്ങിന് വസിക്കാനുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് ഇവിടെ മഴയായതുകൊണ്ടായിരിക്കും കുരങ്ങുകൾ കുറവാണ്. പക്ഷേ അതുകൊണ്ട് അവിടെ ഒരു കുരങ്ങ് ഇരിപ്പുണ്ട്. ഇതിങ്ങനെ കണ്ട് നമുക്ക് ഇതൊരു പ്രത്യേകതരം ചെറിയാണ്. സുരനാം ചെറി. സൗത്ത് അമേരിക്ക ഇതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു കേവ് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബംഗാൾ കുരങ്ങിൻ്റെയാണ് ഈ ഭാഗവും. പക്ഷേ ഇവിടെയും കുരങ്ങിനെ കാണുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ല, 1-2 കുരങ്ങ് ആ മരത്തിൻ്റെ മണ്ടയ്ക്കെല്ലാം ഒളിച്ചിരിക്കുന്ന പോലെ മഴയായതുകൊണ്ടായിരിക്കാം ഇരിപ്പുണ്ടായിരുന്നു. കുന്തിരിക്കമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുന്തിരിക്കത്തിൻ്റെ മരമാണിത്. കുന്തിരിക്ക മരം. അപ്പോൾ ഈ വൃക്ഷം അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും വളരെ കുറവാണ്. കാടുകളിലാണ് ഈ വൃക്ഷമുള്ളത്. കണ്ടോ, വലിയ വൃക്ഷമാണ്. വളരെ വിശാലമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇത്തരം വൃക്ഷങ്ങളൊക്കെ നമുക്ക് അപൂർവമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നിരവധിയായിട്ട് ഇവിടെ കാണാം. ഇവിടെങ്ങും ആരുമില്ല. കുറേ ആൾക്കാർ അവിടെ മഴ ആയതുകൊണ്ട് കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഏകാന്ത പതികൻ ആയിട്ട് പോവുകയാണ് ഞാൻ. ബ്രൗൺ ഫിഷ് ഹോൾ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. വലിയൊരു മൂങ്ങയാണ്. അതിനകത്തുണ്ട്. കാണാം. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഭയങ്കര വലിപ്പമാണ്. ഈ വൃക്ഷത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് ചെറിയ മഹാഗണി എന്നാണ്. പക്ഷേ ഇതൊരു വലിയ മഹാഗണിയാണ്. ഇത്രയും വലിയൊരു മഹാഗണി സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വൻ തത്ത, വെള്ളറിയ, കാട്ടുകോഴി, ഇങ്ങനെ 3 പക്ഷികൾക്ക് ആവാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു കൂടാണ് ഇവിടെ കരുതിയിരിക്കുന്നത്. അത് എല്ലാം അതിനകത്ത് ഒരു കെട്ടിടം പോലുണ്ട്. അതിനകത്തോട്ട് ഒളിച്ചിരിക്കുകയാണ് ഈ മഴയായതുകൊണ്ട്. നമുക്കങ്ങ് ദൂരെ അതിനകത്ത് നിൽക്കുന്നത് ഏകദേശം കാണാം. പക്ഷെ വ്യക്തമല്ല. നമുക്ക് വീഡിയോയിൽ അത്രയും കാണാൻ പറ്റത്തില്ല. കണ്ടു ഇവിടെ ഒന്ന് രണ്ട് വലിയ
ഇത് കാണാം. ഈ മഹാഗണി വൃക്ഷത്തിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ വലിപ്പം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മേളോട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഈ മഹാവൃക്ഷം. വൃക്ഷം എന്ന് പറയുന്നത് ചീരളം എന്ന ഒരു പുണ്യവ എന്നൊക്കെ പറയുന്ന അപൂർവ വൃക്ഷമാണ് ഇത് നിൽക്കുന്നത്. മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള മൂങ്ങയാണ് കാട്ടുമൂങ്ങ എന്ന് പറയുന്നത്. ഇതും ഭയങ്കര വലിപ്പമാണ്, കണ്ടില്ലേ? അവിടെ മേളിലായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര വലിപ്പം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മൂങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തത്ത, ഒരു 2 തത്തയുടെ വലിപ്പമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു വലിയ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയേക്കാളിലൊക്കെ വലിയ മൂങ്ങയാണ്. എന്താ കാട്ടുമൂങ്ങ, റിംഗ് നെക്ക്ഡ് പെസൻറ്റ്. ആമസോൺ തത്ത മുകളിൽ ഇരിപ്പുണ്ട്. ഈ വലയിട്ടേക്കുന്നുണ്ട്, മൊബൈലിൽ കാണാൻ പറ്റത്തില്ല. താഴെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വലിയ പരുന്തിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഇതിന്. ഖലീജ് പെസൻ്റ് എന്നാണ്. അത് മേളിലിരിപ്പുണ്ട്. അതായത് കണ്ടിത്, ഇത് ഈ മയിലിൻ്റെയൊക്കെ വർഗത്തിലുള്ള സൺ കൊന്നൂർ എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആ ഭിത്തിയിലൊക്കെ അള്ളി പിടിച്ചിരിപ്പുണ്ട് മേളിൽ. വെളുത്ത വലിയ തത്തകളാതുകൊണ്ട് അകത്തായിട്ടിരിക്കുന്നത്. അതിൻ്റെ ശബ്ദം കേൾക്കാം. ഇവിടെ കുറേ അധികം തത്തകളുണ്ട്. പാം കൊക്കറ്റു എന്നാണ്. ഇതൊരു കറുത്ത സൈസ് തത്ത, വലിയ തത്തകളുടെ കറുത്ത സൈസ് കൊണ്ട് ആ ഭിത്തിക്ക് പറ്റി പിടിച്ച്, മൂലയ്ക്ക് പറ്റി പിടിച്ചിരിക്കുക. വലിയ കറുത്തതാണ്. ഇത് സ്കാർലൻഡ് മക്കാവു. അപ്പോൾ ഇത് മേളിൽ കൊണ്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നത് കണ്ടോ, അള്ളി പിടിച്ചിരിക്കുക. നമ്മൾ പക്ഷികളെയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇച്ചിരി താഴോട്ടായിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു ആഞ്ഞിലിയുണ്ട്. മലപൂരം എന്ന് പറഞ്ഞ് ഒരു വലിയ വൃക്ഷമുണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ആനപ്പുളിഞ്ചി വൃക്ഷം, മുള്ളുവേങ്ങ, വലിയ വൃക്ഷമാണ്. ഇവിടെ എന്താ ഗ്ലാസ്സൊക്കെ ഉണ്ട്, അകത്ത് എന്തൊക്കെയുണ്ട്, എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. താഴോട്ട് പോകുമ്പോൾ അറിയാം. ഇത് കുരി എന്ന് പറഞ്ഞൊരു വൃക്ഷം. എലിച്ചുഴി എന്ന് പറഞ്ഞൊരു വൃക്ഷം. അങ്ങനെ ഇത് വീണ്ടും കുരി. അതുകൊണ്ട് ഇവിടെ ഹനുമാൻ കുരങ്ങിൻ്റെ ഇതാണ് വാസസ്ഥാനമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഹനുമാൻ കുരങ്ങ്. ലെങ്കൂർന്ന് പറയുന്നത് ഹനുമാൻ കുരങ്ങാന്ന് തോന്നുന്നു. ഇവിടെ കാണുന്നില്ല കുരങ്ങുകളെ. അവിടെ മരത്തിൻ്റെ ഇടയ്ക്ക് മേളിൽ നിങ്ങൾക്ക് കാണാം. മേളിൽ കണ്ട ഏറ്റവും മേളിൽ ഒരെണ്ണം കയറി ഇരിപ്പുണ്ട്. അങ്ങോട്ട് ഒരെണ്ണം ഓടി. കുറേ ഉണ്ട്, ഹനുമാൻ കുരങ്ങുണ്ട്. എന്തായാലും ഒറ്റയ്ക്കായതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു. അവിടെ ഇവിടെ ഓരോരുത്തരേ ഉള്ളൂ. ഇവിടെ ഒരു ഉത്രാക്ഷം എന്ന് പറഞ്ഞൊരു വൃക്ഷം കാണുന്നത്. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇത് വേണ്ട ഇലഞ്ഞിയാണ്. ഒരു താമ്പർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വൃക്ഷമാണ്. ഇത് ഭയങ്കര വലിപ്പമുള്ള വൃക്ഷമാണ്. ദിസ് വേ വൾച്ചർ, കഴുകന്മാരുടെയൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റൊക്കെ ഇവിടെ താഴോട്ടാണ്. പക്ഷേ ഇവിടോട്ട് നമുക്ക് വേറെ കാഴ്ചകളാണ്. കോമൺ ലങ്കർ, നീലഗിരി ലങ്കൂർ, ബ്ലാക്ക് ബക്ക്, എക്സോട്ടിക് ബേർഡ്സ്, ഹിമാലയൻ ബിയർ, സൗത്ത് ബിയർ, സ്ലോട്ട് ബിയർ. ഇത് സൂവിൻ്റെ ഒരു തിരുവനന്തപുരം മൃഗശാലയുടെ ഒരു മാപ്പാണ്. ഇവിടുന്ന് താഴോട്ട് ഇത് ഗ്രീൻ വിങ്ഡ് മക്കാവു എന്നാണ്. ഗ്രീൻ വിങ്ഡ്, അതായത് ചിറക് മാത്രം ഇതിൻ്റെ പച്ച, ബാക്കിയൊക്കെ ചുവപ്പ്. അതിങ്ങനെ മൂലയ്ക്ക് പറ്റി പിടിച്ചിരിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പണി നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ താഴോട്ട് ഒരു ഇത് കാണിക്കുന്നത്, ഇവിടെ പക്ഷികളാണ്, ബേഡ്സ്, ഹെറോൺസ്, പെലിക്കൻസ്, കഴുകന്മാർ, വാൾച്ചേഴ്സ്, കൊക്കുകൾ, സ്ട്രോക്സ്. അപ്പോൾ ഇങ്ങനെ പക്ഷികൾക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഇങ്ങനെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതുപോലെ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഗ്ലാസും നെറ്റുമാണ്. അപ്പോൾ അതിലൊക്കെ വെള്ളം വീണിട്ട് കാഴ്ച മറയുന്നുണ്ട്. ബ്ലാക്ക് ബീൻ എന്ന് പറയുന്ന ഒരു വൃക്ഷം. അവിടെയും വേറൊരു ഇതെന്താ, ഡോൾഫിനോ? ഇത് മീൻ മുതല ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല, നോക്കാം. എല്ലാത്തിലും സാധനമുണ്ട്. അകത്തൊക്കെ കാണും, വെള്ളത്തിനകത്തൊക്കെ ഒളിഞ്ഞിരിക്കുകയായിരിക്കും. ഇത് താന്നി എന്ന് പറയുന്ന വൃക്ഷമാണ്. നിങ്ങൾ ഒരു പക്ഷേ പഴമക്കാർ കേട്ടിട്ടുണ്ടാകും. മിക്കവാറും എല്ലാ
വീടുകളിലും താന്നിയൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ സ്ഥലങ്ങളുള്ളവർക്ക് താന്നി ഉണ്ടായിരുന്നു. കാരണം ഈ ചാരിൻ്റെ കറ പുരണ്ട് കഴിയുമ്പോൾ ഭയങ്കര അലർജി ഉണ്ടാകും ചിലർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പം ദക്ഷിണ വെച്ചിട്ട് താന്നിയെ വലം വെച്ച് കഴിഞ്ഞാൽ 3 വലം വെച്ച് കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് അന്നത്തെ. അതായത് ചാര് പൊള്ളുന്നതിൻ്റെ ദോഷം, നമ്മുടെ സ്കിൻ അലർജി ഈ താന്നിയെ വലം വെച്ച് കഴിഞ്ഞാൽ മാറുമെന്നാണ്. അന്ന് പണ്ട് എനിക്കറിയാം, താന്നിക്ക് വലം വെച്ചിട്ട് ചാര് പൊള്ളിയതിൻ്റെ ദോഷം താന്നി വല്യച്ഛൻ തീർത്തിടണമെന്ന് അങ്ങനെ കണ്ടൊരു വാദ്യം ചൊല്ലി പ്രാർത്ഥിച്ചൊക്കെയാണ് താന്നിയെ വലം വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഇതാണ് താന്നി വൃക്ഷം. അപ്പോൾ ഇത് താന്നിയുടെ വേറൊരു വൃക്ഷമാണ്. ഇത് ഇച്ചിരി കൂടെ വലിയ ഭയങ്കര പൊക്കം, ഹൈറ്റിലേക്ക് പോയി, ഒത്തിരി ഹൈറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട ആ മുതലയുടെ വർഗ്ഗത്തിലുള്ള ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞത്, അതുകൊണ്ട് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടപ്പുണ്ട്. അതിൻ്റെ കണ്ണ് മാത്രമേ വെള്ളത്തിന് മേളിൽ കാണുന്നുള്ളൂ. ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാണ്ട് ഇങ്ങനെയാണ് ഏറ്റവും താഴെ. വീണ്ടും ഒരു ബ്ലാക്ക് ബീൻ വൃക്ഷമാണ്. നമ്മുടെ എന്താണെന്ന് അറിയത്തില്ല. റെസ്റ്റിംഗ് പ്ലേസും ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെയാണ്, ഈ വഴിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ കൊക്കുകൾ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്ര വലിപ്പത്തിലുള്ള കൊക്കുകൾ കണ്ടുവിടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഒരു വൃക്ഷമൊക്കെ കണ്ടോ, എന്ത് ഭയങ്കര വൃക്ഷമാണ്. ഒരു 10 മീറ്റർ ചുറ്റളവ്, 10 മീറ്റർ ഇല്ലെങ്കിൽ ഒരു 5 മീറ്ററെങ്കിലും ഉണ്ടാവും. ഇതുണ്ട് ഇവിടെ പലതരത്തിലുള്ള കൊക്കുകൾ. ഒരു കൊക്ക് അനങ്ങാതിരിക്കുക, അത് കണ്ടാൽ അത് കറുത്ത അരയന്നം. എന്നിട്ട് ഇതിൻ്റെ താഴെയൊക്കെ ഇഷ്ടംപോലെ കൊക്കുകളിരിക്കുക, വലിയ കൊക്കുകളാണ്. ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വൃക്ഷത്തിൻ്റെ മുകളിലും ഒക്കെ കൊക്കുകൾ അങ്ങനെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും ഇതൊക്കെ നേരിട്ട് കാണേണ്ട കാഴ്ചയാണ്. ഞാൻ ഈ 25 വർഷത്തിനുള്ളിൽ ഇതെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ വൈവിധ്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഒരു വൃക്ഷം പടർന്ന് പന്തലിച്ച് കിടക്കുക ഇതിൻ്റെ മണ്ടയ്ക്കോട്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ഇവർക്ക് പ്രകൃതിയായിട്ടൊരു തണൽ ഒരുക്കുന്നത് പോലെയാണ്. താഴെ വെള്ളമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, പിന്നെ മരങ്ങൾ, ചേക്കേറാൻ മരങ്ങളുണ്ട്. അതും മുകളിൽ ആകാശത്തിൻ്റെ വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടുള്ള ഒരു പന്തലുമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പക്ഷികളുടെ ഒരു ഡീറ്റെയിൽസാണ്. ബ്ലാക്ക് ഹെഡഡ് ഇബീസ്, വെള്ള അരിവാൾ കൊക്കൻ, ചായമുണ്ടി, പർപ്പിൾ ഹിറോൺ, ബ്ലാക്ക് ക്രൗഡഡ് നൈറ്റ് ഹെറോൺ, അതായത് പാതിരാക്കൊക്ക്, ഇന്ത്യൻ പോണ്ട് ഹിറോൺ, കുളക്കൊക്ക്, ഗ്രേ ഹെറോൺ, ചാരമുണ്ടി, ഓറിയൻ്റൽ ഡാർട്ടർ സ്നേക്ക്ഡ് ബേഡ് അല്ലെങ്കിൽ സ്നേക്ക്ഡ് ബേഡ്, ചേരക്കോഴി, ഗ്രേറ്റ് വൈറ്റ് പെലിക്കൺ, വെൺകൊതുമ്പന്നം. ഇവിടെ ഗ്ലാസ് ഇട്ട് മറച്ചിരിക്കുകയാണ്. ആൾക്കാർക്ക് വന്നു നിന്ന് കാണാനും ഒക്കെ സൗകര്യമാണ്. പക്ഷേ ഇപ്പം മഴ വെള്ളം വീണിട്ട് കുറച്ചൊക്കെ നമ്മുടെ കാഴ്ചകൾ ഭംഗിയൊക്കെ കുറയുന്നുണ്ട്. എന്നാലും എല്ലാം കാണാം. അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന കൊക്കുകളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് കാണാം. ഇത് മറ്റൊരു ബോർഡാണ്. അതിന് മുകളിൽ സ്പോട്ട് ബിൽഡ് പെലിക്കൻ, പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നം, ലെസർ അഡ്ജൻറ്റ് സ്റ്റോർക്ക്, വയൽ നായ്ക്കൻ, വെള്ള തൊപ്പി താറാവ്, ബ്ലാക്ക് സ്വാൻ, കറുത്ത അരയന്നം അല്ലെങ്കിൽ കരീം ഹംസം, നീലക്കുഴി അഥവാ പർപ്പിൾ മൂർഹൻ, പെയിൻറ്റഡ് സ്റ്റോക്ക്, വർണ്ണക്കൊക്ക്, ലെഷർ വിസ്ലിംഗ് ഡക്ക്, ചൂളൻ എരണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിലുള്ളത്. നമ്മുടെ പുള്ളിമാനുകൾ തീറ്റ തിന്നുന്നു. നല്ല രസമുള്ള കാഴ്ചയാണ്. ഇതാണ്, ഇത്രയുണ്ട്. അതുവഴി ഇങ്ങോട്ട് വന്നിട്ട് തീറ്റ തിന്നേണ്ട സമയത്ത് അവർക്ക് ഇവിടെ വന്നാൽ മതി, ആവശ്യത്തിന് തീറ്റ ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പുല്ലാണത്. നല്ല ആയിട്ട് ഉണ്ട്. അവിടെ 2 എണ്ണം കുസ്തി ഇടുന്നുണ്ടോ, കടിക്കുന്നു. ഒരുത്തനെ കടിക്കുന്നു. കുട്ടിക്കളിയാണ്. ഇവിടെ നമ്മുടെ വരയൻപുലിയുടെ ഒരു രൂപമുണ്ട്.
ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ മൂരിക്കുട്ടന്മാർ, 5 പേരുണ്ട്. അയ്യോ, നമ്മുടെ സിംഹച്ചാര് ഇവിടെ എവിടെയോ ഉണ്ട്. പുലിയുടെ ഒരു ഇത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. നമുക്ക് അങ്ങോട്ട് പോവാം. സ്പോട്ടഡ് ഡിയർ അല്ലെങ്കിൽ ചിത്താൽ, പുള്ളിമാൻ, ഇന്ത്യൻ വംശക്കാരനാണ്. കണ്ടോ, തീറ്റയായിരിക്കും. പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്, ഇതുണ്ട്, ചീര, പിന്നെ മുന്തിരി തുടങ്ങിയ സാധനങ്ങളൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്നു. നമ്മുടെ പുലിയെ കണ്ടില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇതേണ്ട ഇവിടെ പുലി ഒരെണ്ണം മേളിൽ കയറിയിരിപ്പുണ്ട്, ഒരെണ്ണം ഇവിടെ മേളിൽ കയറിയിരിപ്പുണ്ട്. 2 എണ്ണത്തിനെ കാണാം. അപ്പോൾ ഇതാണ് പുലി, പുള്ളിപ്പുലി. ഇത് സാമ്പ്രാണി മരം, അങ്ങനെ മരമുണ്ടോ എനിക്കറിയത്തില്ല. തോലു ബാൾസം ട്രീ. ഇവിടെയൊക്കെ പുള്ളിമാനുണ്ട്. ഇത് ഉങ്ങെന്ന് പറഞ്ഞ വൃക്ഷമാണ്. അതിൻ്റെ പുറകിൽ കണ്ടോ സിംഹം ഉണ്ട്, മാംസഭോജികളാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. മറ്റൊരു വലിയ വൃക്ഷം, വലിയ പൊക്കത്തിലാണ് പോയിരിക്കുന്നത്. ഇതിന് പൂമ്പാതിരി എന്നാണ് പറയുന്നത്. ആഫ്രിക്കൻ പൂമ്പാതിരി, ആഫ്രിക്കൻ ടുലിപ്പ് ട്രീ. ഇവിടെ മഴമരം, വീണ്ടും മരങ്ങൾ, വലിയ വൃക്ഷങ്ങൾ. എന്നിട്ട് രാജപ്പന, ഇങ്ങനൊരു പരം കേട്ടിട്ടില്ല. രാജപ്പൻ എന്ന് കേട്ടിട്ടുണ്ട്, രാജപ്പന എന്ന് കേട്ടിട്ടില്ല. ഉണ്ട്, അത് മഴമരം. ഇത് ട്രിങ്കോമാലി. പന്നിമാൻ, ഇതാണ് പന്നിമാൻ. ഇങ്ങനൊരു മാനെക്കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നത്. കുറേ ഉണ്ടല്ലോ. ഇവിടെ പുലിയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്, പക്ഷേ കാണുന്നില്ല. നോക്കാം, എവിടെയെങ്കിലും കാണുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു കിളിപ്പഴം എന്ന് പറഞ്ഞ വൃക്ഷം കാണുന്നുണ്ട്. ഇതിൻ്റെ കായ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇതിൻ്റെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. എത്തിപ്പിടിക്കാവുന്ന ഒരുപാട് കായ അതിലുണ്ടായിരുന്നു. ആ കായ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നേരം ഒന്നും ഇതിൻ്റെ പേരറിയത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ടുകൂടെ പോവാം. വരയും കടുവയെ കാണുന്നില്ല. അവിടെ ഒരു ഹൈനയെ കാണാം. ഹൈന ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. സിംഹത്തിനെ പോലും ആക്രമിക്കുന്നത്. അവർ ഒറ്റയ്ക്കല്ല, കൂട്ടം കൂടിയാണ് ഇത് സിംഹത്തിനെ പോലും ആക്രമിക്കുന്നത്. അതായത് ഏറ്റവും വൃത്തികെട്ട മൃഗങ്ങളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. ഏറ്റവും ചതിയന്മാർ കൂട്ടം കൂടി എല്ലാ മറ്റു മൃഗങ്ങളെ ആക്രമിക്കുന്നു. ഒറ്റയ്ക്ക് ഇതിനുള്ള കഴിവില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാരുമുണ്ട്. മനുഷ്യരും ഈ സ്വഭാവക്കാരുണ്ടല്ലോ. അപ്പം നേരെ വാ എന്നുള്ളതല്ല, ഇത് ചതി അല്ലെങ്കിൽ കൂട്ടം കൂടിയുള്ള വൃത്തികെട്ട ആക്രമണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മൃഗത്തെ. അപ്പോൾ ഇതാണ് ആ മൃഗം. ആൺസിംഹത്തിൻ്റെ മുഖം കാണാം. ഒന്നുകൂടെ സൂം ചെയ്യാം, ക്ലാരിറ്റി കുറയും. എന്നാലും ഉണ്ടോ, അവൻ്റെ മുഖം നമുക്കൊന്ന് വ്യക്തമായിട്ടെടുക്കാം. ഉണ്ടോ, രണ്ടുപേരും കൂടെ, ഒന്ന് ആൺസിംഹം, പെൺസിംഹം. ഇത് അത്തിമരം, കൃഷ്ണമൃഗം നിൽക്കുന്നത് കണ്ടോ. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വഴിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മൂരിക്കുട്ടന്മാർ. അവിടെയാണ് ആ മാനിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മാന്. അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കറുപ്പ് കളറുണ്ട്, നല്ല കൊമ്പുണ്ട്. കൊമ്പൊക്കെ നല്ല പ്രത്യേകത, പിരിഞ്ഞ് മേളോട്ട് 2 കൊമ്പേ ഉള്ളൂ. കൊമ്പിന് ശാഖകളില്ല, പക്ഷേ ആ കൊമ്പ് നല്ല രസമാണ്. കൊമ്പിൻ്റെ കണ്ടില്ലേ, കൊമ്പ് നല്ല രസത്തിലാണ്. ഒരു 4-5 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇത് ജയൻറ്റ് ബാമ്പു. ഇത്രയും വലിയൊരു മുള, അത് കരിമുള ശരിക്കും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ 4-1 വലിപ്പേ, അതായത് കനമേ ഉള്ളൂ. ഭയങ്കര ഒരു മുളങ്കാട് തന്നെയാണ്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അപാരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു സാധനം കണ്ടിട്ടില്ല. എൻ്റെ ഇവിടെ ഒരു ശിലാശാസനമുണ്ട്. ശിലയിൽ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര പൊക്കമുണ്ട്, ഭയങ്കര വലിപ്പമാണ്. അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടെങ്കിലേ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവിടെ നീർനായ വെള്ളത്തിൽ കുളച്ചു മതിക്കുന്നത് കാണാം. ഒരു 5-10 എണ്ണം ഉണ്ട്. 5-10 എണ്ണം അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു.
അതുകൊണ്ട് ഇതിനകത്ത് അവരുടെ ഒരു കൂടുണ്ട്, അതിനകത്ത് കയറി കളിക്കുന്ന ഒരു ചെറിയ പന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കളിക്കാനായിട്ട്. വെള്ളത്തിൽ നല്ല സ്പീഡിലായി സഞ്ചരിക്കുന്നത് നീർനായ. അപ്പോൾ അതൊക്കെ നേരിട്ട് വന്ന് കാണുക. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഓക്കെ, ഇവിടെ ഒരു പോണ്ടുണ്ട്. അത് ഏഷ്യൻ നീർനായയാണ്, സ്മൂത്ത് കോട്ടഡ് ഓട്ടർ എന്നാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലൊക്കെ കാണപ്പെടുന്നതാണ്. അതിൻ്റെ 4 വർഷം മുതൽ 10 വർഷം വരെയാണ് ആയുസ്. ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്ന് നോക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള കൃഷ്ണമൃഗം നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള മൃഗമാണ്, മാനാണ്. ബ്ലാക്ക് ബക്ക് എന്നാണ്. ആൻറ്റിലോപ്പ് സെർവിക്കാപ്ര എന്നാണെന്ന് തോന്നുന്നു. ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഭാരം 20 മുതൽ 57 കിലോഗ്രാം വരെയാണ്. 120 സെൻറ്റിമീറ്ററാണ് നീളം. പൊക്കം 74-84 സെൻറ്റിമീറ്റർ. ഗർഭകാലം 6 മാസം. ഇതാണ് വെളുത്ത കൃഷ്ണമൃഗം തന്നെ അവിടെയുണ്ട്. ഇത് ഒരു ചുമന്ന കളറാണ്, അവിടെ നിൽക്കുന്നത് വെള്ള കളറാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇതെല്ലാം കൃഷ്ണമൃഗത്തിൽപ്പെടുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കൃഷ്ണമൃഗം തോന്നുന്നു. ഇതെല്ലാം കൃഷ്ണമൃഗത്തിൽപ്പെടുന്നതായിരിക്കാം. ഇത് സാധാരണ നമ്മുടെ പുള്ളിമാൻ എന്ന് പറയും, പുള്ളിമാൻ. അതിനായിരിക്കും കൃഷ്ണമൃഗം എന്ന് ശരിക്കും പറയുന്നത്. പക്ഷേ ഇതെല്ലാം അതിൻ്റെ വകഭേദങ്ങളായിരിക്കും. അവിടെ നിൽക്കുന്നത് കണ്ടോ, വെള്ളയാണ്. ഇവിടെ നിൽക്കുന്നത് ഒരു റെഡ് കളറിലാണ്, ചെറിയ ചാര കളർ, അതായത് ചെറിയ ചുവപ്പ് അല്ലെങ്കിൽ ചാര കളർ. ഇത് സൂം ചെയ്ത് ആ വെള്ള മൃഗത്തെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ ഈ ചുവന്ന കളറുള്ളതിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് 2 അണ്ണന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കൃഷ്ണമൃഗം. പന്നിക്കരടി അല്ലെങ്കിൽ തേൻകരടി എന്ന് പറയുന്ന സ്ലോത്ത് ബിയർ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ആൺകരടിക്ക് 80 മുതൽ 145 വരെ കിലോഗ്രാം, 50-55. പെൺകരടിക്ക് 210 ദിവസം ഗർഭകാലം, ആയുസ് ശരാശരി 45 വർഷം. 2 എണ്ണം ഉണ്ട്. 2 പന്നിക്കരടി. രണ്ടുപേരും കൂടെ പന്നിക്കരടി കൂളായിട്ടാണ് അതൊക്കെ ഇറക്കമൊക്കെ ഇറങ്ങുന്നത്. ഇങ്ങോട്ട് നടന്നു വരുന്നു. ഇവിടെ വരാത്ത രീതിയിലൊരു ഗർത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരത്തില്ല. അതിന് ആ ഒരു സ്ഥലത്ത് മാത്രം അതിൻ്റെ ആവാസം ഒതുക്കിയൊക്കെയാണ്. കുറേ ഗുഹയുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ടും ഒത്തിരി വഴികളുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ വഴി വിട്ടുപോയിട്ടുണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ ഉള്ളതൊക്കെ കാണാം. നമ്മൾ കണ്ട വലിയ മുള അപ്പുറത്തുണ്ട്. ഇവിടെ നമ്മുടെ സാധാരണ മഞ്ഞമുള. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന, എൻ്റെ ഒരിടത്തിലൊക്കെ ഉണ്ടായിരുന്ന മുളയുടെയൊക്കെ അതിലുമൊക്കെ വലിയ വലിപ്പമാണ് ഇവിടെ മുള. ഇതൊരു കാട് പോലെ സംരക്ഷിച്ചിരിക്കുക. ഒരുപാട് വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്, അതും വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങൾ. അവിടെ സിംഹത്തെ കാണാം. സിംഹം ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് സൂം ചെയ്ത് ഉണ്ടോ, 2 സിംഹം. ഒരാൾ ആ മരത്തിൻ്റെ മറവിൽ തലയും വാലും കാണാം. ഒന്ന് ആൺസിംഹവും ഒന്ന് പെൺസിംഹമാണ്. നല്ല ശാന്തരായിട്ടിരിക്കുക അവർ. വീണ്ടും മഴമരം. ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളകുന്ന ടൈപ്പാണ്. ഇവിടെ താഴെയും താറാവുകളുണ്ട്. താഴത്തെ ആ നദിയിൽ മുഴുവൻ അവരിങ്ങനെ മതിച്ച് നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണികൾക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ട് സ്റ്റെപ്പും ഒരു ഗാലറി പോലെയുള്ള കാര്യങ്ങളൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. താഴെ ആ താറാവുകൾ ഇവിടുത്തെ ഇതിനകത്തുള്ള ബേഡ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. അപ്പോൾ ഏതിൽ പോകേണ്ടതാണ്? ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെടുക. നമ്മളവിടെ വന്നപ്പോൾ 2 തിരിവ് വന്നപ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങ് പോരുന്നു. അപ്പോൾ മറ്റേത് കാണാൻ ബാക്കി കിടക്കുക. അതുകൊണ്ട് ഇവിടെ വീണ് കിടക്കുന്ന ഒരു തടിയിൽ അവരൊരു മുതലയുടെ രൂപം പോലെ കൊത്തി വെച്ചിരിക്കുക. ഇതൊരു ഭംഗിയാണ്, നല്ലൊരു കലാവിരുതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പോകാം, നമുക്ക് ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഇത് മരമുല്ലയാണ്, കണ്ടോ. ഇത് മരമുല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വൻ വൃക്ഷമായി മാറിയിരിക്കുന്നത്.
ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു 50 അടിയിൽ മേളിൽ ഹൈറ്റുണ്ട്. ഈ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ മരമുല്ല പലയിടത്തും ഉണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്ത മരമുല്ലയായിപ്പോയി. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് വർഷം കാണും പഴക്കമുണ്ടായിരുന്നു. ഒരു 10-500 വർഷം പഴക്കമുള്ളതൊക്കെ ആയിരിക്കും. അവിടെ സിംഹമൊക്കെ ഇരിപ്പുള്ള അതേ കാട്ടിലാണ്. മറ്റൊരു പ്രത്യേക വൃക്ഷം ബോട്ടിൽ ബ്രഷ് ട്രീ. അപ്പോൾ ഇവിടെ നമ്മുടെ മൂരിക്കുട്ടന്മാർ നിൽപ്പുണ്ട്. മൂരിക്കുട്ടന്മാർ അപ്പുറത്ത് നമ്മുടെ കലമാന്മാർ അപ്പുറത്തും കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ മൂരിക്കുട്ടന്മാരുണ്ട്. ഇവിടെ ഒരു 6-7 എണ്ണമുണ്ട് മൂരിക്കുട്ടന്മാർ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണോ? താഴെ നിന്ന് കറങ്ങി വന്നതായിരിക്കും. അതെ ആദ്യം വന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ പൊക്കം കുറഞ്ഞ മാനിനെ നമുക്ക് കാണാം. പൊക്കം കുറഞ്ഞ മാന്, കൊമ്പുണ്ട്. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കൊമ്പാണ്. കൊമ്പ് ബാക്കിയൊക്കെ പെൺമാനായിരിക്കും. പെൺമാനാണോ കൊമ്പുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ വലിയ കൊക്ക്, വലിയ പക്ഷിയുണ്ട്. ഇവിടെ നമ്മളിനിയും കടുവയെ കണ്ടില്ല. ഇവിടെ വിസിറ്റേഴ്സ് റൂമുണ്ട്. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള അവസരം അവിടെ കിട്ടും, അവിടെ ഇരിക്കാം. അപൂർവ വൃക്ഷമാണ് മഴമരം. ഭയങ്കര വലിപ്പം. ഇവിടെ ഒരു വിസിറ്റേഴ്സ് ഗാലറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തൊക്കെ വെള്ളമാണ്. ഇവിടെ നമ്മുടെ നാടൻ മുളയുണ്ട്. അപ്പുറത്തുമൊക്കെ നല്ല വൃക്ഷങ്ങൾ, അപൂർവ വൃക്ഷങ്ങളുണ്ട്. ഒരു കാട് പോലെ, വനം പോലെ സംരക്ഷിച്ചേക്കുക. ഒരാളിങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുക കണ്ടോ? അവനിങ്ങനെ വെളിയിൽ നിന്ന് നിൽക്കുന്നത്. അവൻ്റെ തലയിൽ ആ തൊപ്പിയൊക്കെ കണ്ടോ? വല കൊത്തുവോ അറിയത്തില്ല. എന്തായാലും ഞാൻ അവനെ ഒന്ന് ക്ലോസപ്പിലാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവന് പേടിയാണ് കേട്ടോ. താറാവിൻ്റെ ഇനം അതുണ്ട്. ഇവിടെയൊക്കെ സ്വാനുണ്ട്, താറാവുകൾ. അവനെന്തായാലും നമുക്ക് ഒരു കാഴ്ച ഒരുക്കി ഇവിടെ തന്നതാണ്. അതേപോലെ തന്നെ തന്നെ ഇവിടുത്തെ ബേഡ്സിൻ്റെയൊക്കെ കിങ്ഫിഷർ, സ്മാൾ ബ്ലൂ കിങ്ഫിഷർ, ബ്ലൂ ഐഡ്, അതായത് ചെറിയ മീൻകൊത്തി, പൊടിപ്പൊന്മാൻ, കായൽ പൊന്മാൻ, പുള്ളി മീൻകൊത്തി, മേനി പൊന്മാൻ, കരിന്തലയൻ മീൻകൊത്തി, കാക്ക മീൻകൊത്തി ചാത്തൻ. സത്യത്തിൽ ഈ കിങ്ഫിഷേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പൊന്മാന് ഇത്രയധികം വെറൈറ്റി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കുറേ വൻ വൃക്ഷങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ നമ്മളെ വിളിക്കുന്ന പോലെ അകത്ത് വയ്ക്കുന്ന ആൾ. എന്തായാലും ആ മുള കണ്ടോ? ആ മുള അതൊരു കാണേണ്ട മുള തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നോക്കാം, മുന്നോട്ട് പോകാം. ഇത് കണ്ടോ, ഒരു ജലാശയം. എന്താ ഒരു കാഴ്ച, ഭയങ്കര കാഴ്ച. ഇന്ന് ഈ മഴ കൊണ്ട് അത്ര ഒരു ഭംഗിയിൽ ചിലപ്പോൾ വീഡിയോയിൽ കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കണ്ടോ ഈ ജലാശയം എന്നുണ്ട്. അവിടെ ഒരു ഭയങ്കര മത്സ്യം പോകുന്നുണ്ട്. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാൻ നോക്കാം. അവന് മേളിലിങ്ങനെ നിൽക്കുക, ഒരു രക്ഷയില്ല. ഈ മഴ പെയ്യുന്നത് കൊണ്ട് അതെനിക്ക് കാണാം. നല്ല നീളമുണ്ട്, ഒരു 2 അടി നീളമുണ്ട് അവന്. ഇതാണ് മരച്ചില്ലയുടെ അടിയിലോട്ട് അവൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്ന് കാണുക. അതാണ്ട് ഇവിടെ എത്തി. ഇതാണ് 2 അടി നീളമുണ്ട് അവന്. അപ്പോൾ ഇതാണ് ഇവിടെ ഇങ്ങനെ ഈ ഗാലറി പോലെ വന്ന് നിന്ന് നമുക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയേക്കാണ് അവർ. വളരെ നല്ല കാഴ്ച. പ്രകൃതിയിൽ ഇങ്ങനെയുള്ള സൗന്ദര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുക. മഴ ഒരു ഭംഗി കുറയ്ക്കുന്നുണ്ട്. ഇത്തിരി വെയിലുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി കിട്ടിയേനായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഒക്കെ കുറേ ആൾക്കാർ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തുടങ്ങിയപ്പം ഒരു മനുഷ്യനില്ലായിരുന്നു, മഴയായിരുന്നു. ഇപ്പം ചെറുതായിട്ട് ചാറുന്നതേ ഉള്ളൂ. ഇവിടെ കാടുകളും നല്ല ഭംഗിയാണ്. ഈട് മൂടി കിടക്കുകയാണ്. വീഡിയോയിൽ ഇത്രയും ക്ലാരിറ്റി തന്നെ കിട്ടിയത് ഭാഗ്യം. റിങ്കോമാലി എന്ന് പറഞ്ഞ വൃക്ഷം, അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷം ഉണ്ടായിരുന്നു. ചില വൃക്ഷങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഒരു വലിയ വൃക്ഷം ഉണ്ട്. ഇവിടെയൊക്കെ
അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കരിമ്പന അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മുടെ ഒട്ടകപ്പക്ഷിയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വലിയ വൃക്ഷങ്ങളുടെ ചവിട്ടിക്കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഉണങ്ങിയ ചില്ലയൊക്കെ താഴെ വീഴാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അപാരമായിട്ടുള്ള കാഴ്ചയാണ് പ്രകൃതിയുടെ. നമുക്ക് കാണാനായിട്ട് ഒട്ടകപ്പക്ഷി ഇവിടെ തൊട്ടടുത്ത് വന്ന് നിന്ന് തരികയാണ്. അതിൻ്റെ കാലിൻ്റെയൊക്കെ ഒരു കരുത്ത് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ സൂമൊന്നും ചെയ്യാതാണ്, തൊട്ടടുത്ത് നിന്നാണ്. അപ്പോൾ അവിടെ ഒരു 10 എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തുണ്ട്. ഇത് നമുക്ക് അവൻ ഇന്ന് കണ്ണടച്ച് നിന്ന് ഉറങ്ങുകയെന്ന് തോന്നുന്നു. ഉറങ്ങുകയാണ് കേട്ടോ, ഇത് ഉറങ്ങുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് തീറ്റയൊക്കെ കൊത്തി പിന്നെ ഇത് അവൻ നമ്മൾ വന്നത് അറിഞ്ഞിട്ടേ ഇല്ല. അവൻ കണ്ണടച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരെണ്ണം, അതുകൊണ്ട് അവിടെ ഒരു 3 എണ്ണം അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. 3ഉം 2ഉം 5 എണ്ണത്തിനെ കണ്ടു. ഇതിൽ കൂടുതലുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവൻ നമുക്ക് കാണാനായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നെറ്റിൻ്റെ തൊട്ടടുത്ത് മൊബൈൽ വെച്ചേക്കാം. അപ്പം ഇത്രയധികം ഭംഗി. അപ്പോൾ ഈ ഭംഗി നിങ്ങൾക്കായിട്ട് കാട്ടിത്തരുന്നത് S23 FE എന്ന സാംസങ്ങിൻ്റെ ഫോണാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈശ്വരൻ്റെ ഈ പ്രകൃതിയുടെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, പ്രവേശനമില്ല അവിടെ. നമുക്ക് അപ്പുറത്തെ വഴിയിലൂടെ പോകാം. ഇത് ആനപ്പുളിഞ്ചി, ഇതും ആനപ്പുളിഞ്ചിയാണ്. അവിടെ മഴമരമുണ്ട്. പനാമ റബ്ബർ പൂത്തുലഞ്ഞു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതുകൊണ്ട് ഇത് പൂത്തിലഞ്ഞി എന്ന് പറഞ്ഞ വൃക്ഷമാണ്. പൂത്തിലഞ്ഞി വൃക്ഷം, ഇലഞ്ഞി വൃക്ഷത്തിൻ്റെ മറ്റൊരു വകഭേദമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പൂത്തിലഞ്ഞി ചൈൽഡ് ലൈഫ് ട്രീ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കായയുടെയും പൂവിൻ്റെയും ഒക്കെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ റിനോസർ അല്ല, ഇത് ഹിപ്പോട്ടമസ് നീർക്കുതിരയുടെ ആവാസ കേന്ദ്രമാണ്. എൻ്റെ ഇവിടെ അങ്ങനെ ഒരു 4 എണ്ണം അതിഗംഭീരന്മാരായിട്ട് നിൽക്കുകയാണ്. കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. അപ്പോൾ ഇതാണ് നീർക്കുതിര. അവൻ്റെ മുഖം ഒന്ന് കാണും. 2 പേരും അവിടെ നിന്ന് കാര്യമായിട്ട് പുല്ല് തിന്നുകയാണ്. 2 അല്ല, ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു താഴെ കിടക്കുന്നത്. കുഞ്ഞായിട്ട് തോന്നുന്നതായിരിക്കും. ഒരെണ്ണം വെള്ളത്തിനകത്തുണ്ട്. അവൻ്റെ മുഖം നമുക്കൊന്ന് ക്ലോസപ്പിലെടുത്ത് നോക്കാം. ഒരെണ്ണം കിടക്കുക. അത് കുഞ്ഞല്ലെന്ന് തോന്നുന്നു. അതിനും ചെറിയതാണോ എന്നറിയത്തില്ല. എന്തായാലും നീർക്കുതിര. അവൻ്റെ സൈസ് ഒരു വല്ലാത്ത സൈസ് തന്നെയാണ്. വായും ആ പല്ലുകളും ഒക്കെ ഒന്ന് കാണണ്ട. കണ്ണ് തന്നെ മുഴച്ചിട്ട് ഒരു കൊമ്പ് പോലാണ് കണ്ണ്, 2 കണ്ണുകൾ. അപ്പോൾ വലിയ വ്യത്യസ്തമായിട്ടുള്ള മൃഗമാണിത്. അപ്പോൾ അതിനെയൊക്കെ നേരിട്ട് വന്നൊന്ന് കാണുക. ആഞ്ഞിലി അഥവാ അയനി വലിയൊരു വൃക്ഷമാണ്. ഇതിൽ കുറേ വള്ളിച്ചെടികൾ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് തടിയുടെ പണിയൊക്കെ ഉള്ള ഇതുണ്ട്. ആനപ്പുളിഞ്ചി, ഹോളി ഗാമ നിഗ്ര ബോർഡ്. അതിൻ്റെ മലയാളം എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വൃക്ഷമുണ്ട്. ഇവിടെ സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇതുവഴിയാണ്. അപ്പോൾ ഇത്രയും കണ്ട് ഇങ്ങനെ പോവുക, ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ എല്ലാം ചെറിയ ചെറിയ മുളകളുടെ ഇതുണ്ട്. അവിടെ കുറേ ഈ കനാൽ പോലുള്ള സംവിധാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല. അവിടെ കുറേ വരയാടുകളോ ഏതാണ്ടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ആഞ്ഞിലി വൃക്ഷമാണ്. ഇവിടെ ക്യാറ്റ്സ് ക്ലോ വൈൻ എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മഴമരത്തിൽ അതിങ്ങനെ ചുറ്റി പിണഞ്ഞിരിക്കുകയാണ്. ഈ മഴമരം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മരമാണ്. ഒരു 100 അടി മുകളിലേക്ക് ഉയർന്നു പൊങ്ങിപ്പോയേക്കാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു വലിയ വൃക്ഷം വെട്ടി അതിൻ്റെ കുറ്റി മാത്രമായിട്ട് നിർത്തിയേക്കുന്നത് കണ്ടോ. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമിസുമായിട്ട് ഇങ്ങനെ നമ്മൾ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ശബ്ദം കേട്ടോ. അതിൻ്റെ ഒരു എന്താ മോനെ ദിനേശ എന്ന് പറയുന്നത്, മറ്റേ എല്ലാ സിനിമയ്ക്കകത്തെ പശുക്കൾ കരയുമ്പോൾ അവറ്റകളുടെ ആ ശബ്ദം കേൾക്കാൻ എന്ത് ഇതാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നും പോയിരിക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞ് ഹിപ്പോപ്പൊട്ടാമിസും ഉണ്ട്. അപ്പം
ഇവിടെ സത്യത്തിൽ 10-25 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നഷ്ടം തന്നെയാണ്. ഇടയ്ക്കൊക്കെ വരേണ്ടതാണ്. അപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ നിങ്ങളെയും ഞാനിവിടെ ക്ഷണിക്കുന്നു. അപ്പോൾ ഏകദേശം ഞാനിവിടെ വന്നത് 10 മണിയായി, ഇപ്പോൾ 11 മണിയായി, എന്നിട്ട് തീർന്നിട്ടില്ല. ഇനി ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് 12 മണി വരെയാണ് സമയം. 12 മണി കഴിയുമ്പോൾ തിരിച്ചു പോകണം. അപ്പം നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഇവിടെ ഒറ്റക്കൊമ്പൻ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കാണ്ടാമൃഗത്തിൻ്റെ, അതായത് റിനോസറിൻ്റെ ആവാസ സ്ഥലമായിട്ടാണ് എഴുതി വച്ചേക്കുന്നത്. പക്ഷേ ഒറ്റക്കൊമ്പൻ റിനോസറിനെ എവിടെയെങ്കിലും കാണുന്നില്ല. നോക്കാം, ഇതിനകത്തെല്ലാം ഗുഹയൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ കയറിയിരിക്കുകയായിരിക്കും. എന്തായാലും കാണുന്നില്ല. ഇവിടെ വെറൈറ്റി ഒരു മരം, പപ്പട മരം. ആ ഇല പപ്പടത്തിൻ്റെ ആകൃതിയിലാണ്, അതുകൊണ്ടായിരിക്കും ഇതിന് പപ്പട മരം എന്ന് പേര് വന്നത്. എന്തായാലും ഇങ്ങനൊരു മരത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പപ്പട മരം. ഇല പപ്പടത്തിൻ്റെ കൂട്ട് വട്ടത്തിലായതുകൊണ്ടായിരിക്കും. കൃത്യം വട്ടമൊന്നുമല്ല, അരയാലിനെക്കാട്ടിൽ ഇച്ചിരി വലിപ്പമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാം. അവൻ്റെ കുഞ്ഞുമായിട്ട് നിൽക്കുന്നുണ്ടോ? എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിൽക്കുക. നമുക്കതിൻ്റെ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. നല്ല സുന്ദരന്മാർ 4 എണ്ണം. അതുകൊണ്ട് ഇവിടെയും ഒരു പപ്പട മരമുണ്ട്. അതുകൊണ്ട് ഇത് വലിയ മരമാണ്, ചെറിയ മരമല്ല. ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ താഴെ നിന്നൊക്കെ കുറ്റി കുറ്റിയായിട്ട് പിന്നെയും ശിഖരങ്ങൾ കിളിക്കുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. സാധാരണ ഒരു മരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതേപോലെ ഒരു മരം വലിയ തായ്തടി അതങ്ങ് പൊങ്ങിപ്പോയിട്ട് ശാഖകളാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ വലിയ തടിയുണ്ട്, അതിൻ്റെ താഴേന്ന് ഏരിയയിൽ നിന്ന് മറ്റുള്ളതും കിളിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു പ്രത്യേക മരമാണ് ഇത്, പപ്പട മരം. ഗസ്റ്റ് ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ പേര്. അപ്പോൾ മലയാളത്തിൽ അതെങ്ങനെ പപ്പട മരമായെന്നുള്ളതാണ്. ഗസ്റ്റ് ട്രീ, ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുന്നുകാരെന്നല്ലേ അർത്ഥം. അപ്പോൾ ഗസ്റ്റ് ട്രീ എന്നാണ്. അപ്പോൾ ഈ വിരുന്നുകാർ എന്താണെന്ന് അറിയില്ല. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു മരത്തിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ തല്ലി എന്ന് പറഞ്ഞിട്ട് തല്ലിമരം, തല്ലി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ തല്ലിമരം, ഇങ്ങനെയൊരു മരം ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതും വളരെ വലിയ വൃക്ഷമാണ്. അതിൽ ഈ വള്ളിച്ചെടി അങ്ങനെ കയറി പിണഞ്ഞ് നിൽക്കുകയാണ്. മഞ്ഞമുള ഉണ്ട്. ഇവിടെയും ഇത് തല്ലിമരമാണോ എന്നറിയത്തില്ല, നോക്കാം. അപ്പോൾ ഇത് മഴമരമാണ്. ഈ മഴമരം ഇവിടെ ഇഷ്ടം പോലുണ്ട്. ഭയങ്കര വൃക്ഷമാണ്. ഇവിടെ 2 ഹിപ്പോപ്പൊട്ടാമസ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അടുത്ത് ചേർന്ന് ധ്യാനത്തിലാണ്. അവന്മാരങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി ധ്യാനത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ കക്ഷികൾ 4 എണ്ണം നിൽക്കുന്നത്. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ആ മാനിൻ്റെ വർഗത്തിലുള്ള, ഇതിനെന്താ പറയുന്നത്, അതിൻ്റെ പേര് വിട്ടുപോയി. അപ്പോൾ അത് ഒരു കൂട്ടമുണ്ട്, കുറേ ഉണ്ട്, 10-25 കൂടുതലുണ്ട്. അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ്. പക്ഷേ അവിടെ ഉള്ളത് വലിയ കൊമ്പുള്ളതും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. അവിടെ ഇച്ചിരി കൂടെ വലിപ്പമുള്ളതായിരുന്നു കണ്ടിരുന്നത്. ഇവിടെ ഇപ്പം അവിടുന്ന് കുറേ മറ്റ് മൃഗശാലകളിലേക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് അതിൻ്റെ പ്രജനനം ഒരുപാട് കൂടി അവിടെ താങ്ങാൻ പറ്റാതെ വന്നപ്പം മറ്റ് മൃഗശാലകളിലേക്ക് അതിനെ കൊണ്ടുപോയി എന്നാണ്. ഇവിടെ നമുക്ക് ഒറ്റക്കൊമ്പൻ റിനോ ഉണ്ടെന്നാണ്, പക്ഷേ കാണുന്നില്ല കേട്ടോ. അതൊന്ന് കാണാത്തത് നഷ്ടമാണ്. നോക്കാം. ഇതാണ് മ്ലാവ് അല്ലെങ്കിൽ കലമാൻ എന്ന് പറയുന്നത്. ഞാനത് മ്ലാവ് എന്നുള്ള പേരാണ് എനിക്ക് വിട്ടുപോയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊമ്പുണ്ടായിരുന്നു. അത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ മിക്കവാറും എപ്പോഴും കാണുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊമ്പിൻ്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ കൊമ്പുണ്ട്. ഇതുണ്ട് അവിടെ നിൽക്കുന്നതിനെല്ലാം കൊമ്പില്ലാത്തതാണെങ്കിൽ ഇതുണ്ട്. ഇവിടെ 2 പേര് നല്ല വലിയ കൊമ്പുമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അമ്മോ ദേണ്ട സിംഹം കടുവ അങ്ങോട്ട് പോയാൽ കിട്ടും. അങ്ങോട്ടാണ് കാണിക്കുന്നത്, ഇതുവഴി. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ സിംഹത്തെ നമ്മൾ കണ്ടു, ഇനി കടുവയെ കാണണം. ഇവിടെ ഒരു ആഞ്ഞിലിയുണ്ട്, ഇവിടെ വീണ്ടും പപ്പടമരമുണ്ട്.
പപ്പടമരത്തിൻ്റെ കാഴ്ചകൾ കണ്ടോളൂ. അത് വള്ളി പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇവിടെ ഒത്തിരിയുണ്ട്. റബ്ബർ മരം, പപ്പടമരം ഉണ്ട്. അവിടെയും പപ്പടമരം. ഇത് രണ്ടെണ്ണം എന്താണെന്നറിയത്തില്ല. മഴമരമാണ്. മഴമരവും ആഞ്ഞിലിയുമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇവിടെ എല്ലാം പപ്പടമരം കണ്ടിട്ട് പപ്പടമരത്തിൻ്റെ ചെറിയ തൈയാണ് ഇത് ബർട്ടേഴ്സ് ആൽമരത്തിൻ്റെ ഒരു വകഭേദമാണ്. ഇത് മഴമരം. അപ്പോൾ അവിടെയും കുറേ സ്ഥലമുണ്ട്. ഇവിടെയും കലമാനാണ്. കലമാനെ നമ്മൾ കണ്ടില്ലല്ലോ. അവിടെ മിഴാവിനെയാണല്ലോ കണ്ടത്. ഇവിടെ കലമാനുണ്ട്. കലമാനിൽ നല്ല കൊമ്പുമൊക്കെ ആയിട്ട് അവരങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോസ് ചെയ്ത് തരിക. അപ്പോൾ അവന്മാരെ ഒന്ന് നിങ്ങൾക്ക് കണ്ടേക്കാം. നല്ല ഭംഗിയാണ് ഈ കലമാനെ കാണാൻ. ഇടയ്ക്ക് പുള്ളിക്കുത്തും അവരുടെ കൊമ്പുകളും. അപ്പം ഈ നമ്മുടെ മകരം രാശിയുടെ സ്വരൂപമാണ് കലമാന്. കലമാനും മുതലയുണ്ട്, പകുതി മുതലയുണ്ട്. കലമാനെ പിടിക്കാൻ ശ്രമിക്കുന്ന മുതലയുടെ രൂപമാണ് മകരം രാശിയുടെ സ്വരൂപം. കലമാൻ വലിയ നല്ല ഭംഗിയുള്ള മൃഗമാണ്. ഇത് ബ്രൗൺ റിയ തെക്കേ അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വലിയ പക്ഷി വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയാണ്. മാനിനെയും ഈ പക്ഷിയെ ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത്. അങ്ങ് ദൂരെ നിൽക്കുക അവർ. അപ്പോൾ ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ വലിപ്പം മനസ്സിലാവും. ബ്രൗൺ കളറാണ്. വല്ലഭം എന്ന മരമാണ്. ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് ഉണ്ട്. കോപ്പിറൈറ്റ് വരുമോയെന്ന് എനിക്കറിയത്തില്ല. എവിടെയോ ഉച്ചത്തിലൊരു സോങ്. അങ്ങനെ ഉണ്ടെങ്കിൽ ശബ്ദം ഇത് നോക്കും. മക്കാവു തത്ത ഉണ്ട്. അവിടെ വലിയ തത്തയുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് നീങ്ങാം. പച്ചച്ചിറവുള്ള മക്കാവു തത്ത. ഇവിടെ തത്തയെ കാണുന്നില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് കാണാം. വല്ലഭം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ വൃക്ഷം ഏതാണ്ടാണ് ആഫ്രിക്കൻ ചാരത്തത്ത. നമ്മൾ നേരത്തെ ആദ്യം കണ്ടായിരുന്നു. പക്ഷേ അതിലും കൂടുതൽ ഇവിടെ ഉണ്ട്. വൈവിധ്യമാർന്ന ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ശലഭ ഉദ്യാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ കുറേ കാഴ്ചകൾ മിസ്സായി. കാര്യം അവിടെ തൊട്ടടുത്ത് എവിടെയോ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. അത് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇനി ഓടിപ്പോരുന്നു. അപ്പോൾ കുറച്ച് കാഴ്ചകൾ മിസ്സായിട്ടുണ്ട്. ഇവിടുത്തെ ശലഭങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. എലക്സ് പാരറ്റാണ്. അതിനകത്തുണ്ട്. അത് കാണാൻ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ല. കണ്ടത് കാണാം. ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാണ്. ഇവിടെ മയിലുള്ളതായിട്ടാണ്. പക്ഷെ മയിലിനെ കാണുന്നില്ല കേട്ടോ. കാണുമായിരിക്കും എവിടെയെങ്കിലും. ഇവിടെ നമുക്ക് ശലഭങ്ങളെ നമുക്ക് കാണാം കേട്ടോ. വേണ്ടേ? സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ചില പുഷ്പങ്ങളുള്ള സ്ഥലത്ത് ഈ ചിത്രശലഭങ്ങൾ വരുമെന്ന് പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഇത് പല വർണ്ണത്തിലുള്ള പല തരത്തിലുള്ള ചിത്രശലഭങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ചിത്രശലഭ പാർക്ക് നല്ല ഭംഗിയാണ്. ഇങ്ങനെ ആകാശത്തിലൊരു ഇതുപോലെയാണ്. മുകളിൽ ഇങ്ങനെ ഒരു സാധനം കെട്ടി ഉണ്ടാക്കിയേക്കാണ്. വല്ലഭം എന്ന മരമാണ്. വല്ലഭം എന്ന് പറഞ്ഞാൽ മരം വളരെ പ്രത്യേകതകളുള്ള മരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഓർക്കുന്നില്ല. എന്നാലും ഇവിടെ ഇഷ്ടം പോലെ വല്ലഭ മരമുണ്ട്. ഈ ശലഭങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വെൽസൺ കണ്ണി, നീലക്കടുവ, ഇരുതലച്ചി, നീലക്കടുവ, പൊട്ടുവാലി എന്ന് പറഞ്ഞ് ഒരു 50ഓളം വെറൈറ്റി. 50 അല്ല, കുറേ. ഇവിടെ എല്ലാം ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പാറിപ്പറിച്ച് കളിച്ച് നടക്കുന്നതുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വേറൊരു ബോർഡ് ഉണ്ട്, അവിടെ വേറൊരു ബോർഡ്, അവിടെ വേറൊരു ബോർഡ്, അവിടെ വേറൊരു ബോർഡ്. ഇത് പറയാൻ തന്നെ നമുക്കൊരു 20 മിനിറ്റ് എടുക്കും. അധികം വെറൈറ്റി ചിത്രശലഭമുണ്ട്. ഇതിലൊക്കെ പാറിപ്പറന്ന് പോകുന്നത് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയുണ്ട്, ഇവിടെയൊക്കെ ചിത്രശലഭങ്ങളുടെ പാർക്കാണ്. ഇവിടെ കണ്ണാടി മുതലയുടെ വാസസ്ഥാനമാണ്. മുതല ഉണ്ടോ എന്നറിയത്തില്ല. ഉണ്ട്. നല്ല അണ്ണന്മാർ 2 എണ്ണം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ടോ? ഒരു മരക്കുറ്റി കിടക്കുന്ന പോലെ, മരക്കമ്പ് കിടക്കുന്ന പോലാണ്. ഒന്ന് കണ്ടിതാണ്
സംഭവം. ഒരു മരക്കമ്പ് കിടക്കുന്ന പോലെ അനങ്ങാതെ കിടക്കുക. ഇടയ്ക്ക് ആ കണ്ണൊന്ന് ചലിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. 2 എണ്ണം ഉണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തണ്ട നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഒരെണ്ണം. ഇതാണ് വലിയ ഒട്ടക പക്ഷി. ഇതിന് മറ്റേ അവിടെ നിൽക്കുന്നതിന് പോലത്തെ നീല കളറില്ല. ഈ മഴ പെയ്ത് നനഞ്ഞ് അവൻ്റെ തൊലിയെല്ലാം കാണാം, സ്കിന്നെല്ലാം കാണാം. അവൻ ഏതാണ്ടൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ഒട്ടക പക്ഷി ഉത്രാക്ഷം എന്ന വൃക്ഷമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആകാശത്തിലൂടെ ഒരു പാത ഉണ്ടാക്കിയിട്ട് ആ ചിത്രശലഭങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള പാതയാണിത്. അത് മേളിൽ കൂടി ഇങ്ങനെ താഴെ അടിയിൽ ആണ് ചിത്രശലഭങ്ങളുടെ പാർക്ക്. അത് നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഒട്ടകപ്പക്ഷിയുണ്ട്, നമുക്കതിനെ കാണാം. ദൈവമേ, ഉരഗങ്ങൾ. ഇവിടെ ഇതിനകത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫി ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മൊബൈൽ കാഴ്ചകളില്ല. നിങ്ങൾ വന്ന് നേരിട്ട് കാണുക. ഇവിടെ പെരുമ്പാമ്പ് കിടപ്പുണ്ട്. പെരുമ്പാമ്പ് മൂർഖനാണ് ഈ കിടക്കുന്നത്. മൂർഖൻ കാട്ടുപാമ്പ്, ചെറിയ പാമ്പ. ആരാമ, വെള്ളാമ, നീർക്കോലി ഇവിടെ ഉണ്ട്. ഇതിനകത്തുണ്ട്. ഇരുതല മൂരി കേട്ടിട്ടുണ്ട്, കാണുന്നില്ല. പക്ഷേ റെഡ് ഇയേർഡ് സ്ലൈഡർ ആമയാണ്. ഒരു 4-5 എണ്ണം ഉണ്ട്. ഒത്തിരിയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ ഇവിടെ വീണ്ടും ഒരു പെരുമ്പാമ്പ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതാണ് ഷുഗർ ഗ്ലൈഡർ. അകത്ത് കാണുന്നില്ല, സൂക്ഷിച്ച് നോക്കിയെങ്കിലേ കാണുള്ളൂ. കരിങ്കുരിയൻ പാമ്പ്. ഓ, ഭയങ്കര. അതാ മൂലയ്ക്ക് കിടപ്പുണ്ട്. ഗ്രീൻ അനാക്കോണ്ട. അതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ട് വെള്ളത്തിലാണ്. അതിനകത്ത് നിറച്ച് കിടപ്പുണ്ട്. ഉള്ളതാണ്. പൂച്ചക്കണ്ണൻ പാമ്പ്, വില്ലൂന്നി, നാഗത്താൻ പാമ്പ്. ഇവിടെ എൻ്റെ ആ മരത്തിൻ്റെ മേളിലുണ്ട്. അത് ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുക. മരം ഏതാ പാമ്പ് ഏതാന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. ചേരയാണ് ഇവിടെ. എൻ്റെ മൂർഖനൊരു മൂലയ്ക്ക് കിടപ്പുണ്ട്. നക്ഷത്ര ആമ. ഇവിടെ നക്ഷത്ര ആമയെ കാണാം. 2-3 എണ്ണം ഉണ്ട്. ഇത് ഇരുതല മൂരിയാണ്. അവിടെ ഒരു ചെറിയ എലിയെ അത് പിടിച്ച് ചുരുട്ടി വെച്ചേക്കുക. എലി അതിൻ്റെ ദേഹത്ത് കടിക്കുന്നുമുണ്ട്. എലിയെ പിടിച്ച് ചുരുട്ടി വെച്ചേക്കുക. തീറ്റ ഇട്ട് കൊടുത്തതായിരിക്കും. വെള്ള എലിയാണ്. പിന്നെ തന്നെ ഇവിടെ നീർപ്പാമ്പ്, മണ്ണൂലിപ്പാമ്പ്, നാഗത്താൻ പാമ്പ്, പിന്നെ വരയൻ ചുരുട്ട. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന വരയൻ ചുരുട്ട. ഇങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ഇതാണ്. രാജവെമ്പാല. അതുകൊണ്ട് ആ കരിയിലേക്കകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ടാവില്ല. കണ്ടാൽ പേടിയാവും. ഇതുണ്ടോ അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-25 അടി നീളം ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കരം. ഇവിടെയും കിങ് കോബ്രയാണ്, രാജവെമ്പാല. അതുകൊണ്ട് ഇവിടെ കറുത്ത് നല്ല നീളത്തിൽ കിടപ്പുണ്ട്. ഭയങ്കര കരിയും കറുപ്പാണ്. കണ്ടാൽ പേടിയാവും. അവിടെ നിന്ന്, അതായത് ഈ ഉരകങ്ങളെ കണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ഉരകങ്ങളെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ ആരും നോക്കാനില്ല. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എടുത്തു. ശരിക്കും അത് തെറ്റാണ്, ക്ഷമിക്കുക. അറിയാത്തവർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അതിനെ ആ നിയമലംഘനത്തെ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെയൊരു നല്ല കാര്യത്തിനായതുകൊണ്ട് ചെറിയൊരു വയലേഷൻ ചെയ്തു. വീണ്ടും അത് പറയുകയാണ്, ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇവിടെ പൂമരുത് എന്ന വൃക്ഷമാണ്. ഇവിടെ രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള സമയം എനിക്കില്ല. എനിക്ക് 12 മണിക്ക് പോകണം. മോനുമായിട്ട് ഒരു എക്സാം എഴുതാനായിട്ട് വന്നതാണ്. മയിലിൻ്റെ ആവാസ സ്ഥലമാണ്. ഇവിടെ 1, 2, 3 അങ്ങനെ നിരവധി മയിലുകളുണ്ട്. ഇവിടെ ഒരു ആൺമയിലുണ്ട്. പിരിയൊക്കെ ചുരുട്ടി വച്ചിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. ഇവിടേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. അവർക്ക് 12:30 വരെയാണ് എക്സാമിൻ്റെ ടൈം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വൈകിട്ട് വീണ്ടും എക്സാമുണ്ട്. അതുകൊണ്ട് ആ സമയത്തേക്ക് ഞാൻ അവിടെ എത്തണം. ഇതിൻ്റെ
അതായത് ബാഗിൽ ആണ് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടുത്തെ കാഴ്ചകൾ, ആർട്ട് ഗാലറിയിലെ കാഴ്ചകൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഇവിടെ നല്ല വലിപ്പമുള്ള മയിലുകളാണ്. അതിൻ്റെ പീലിയൊക്കെ നല്ല പച്ച കളറിലെ പീലിയാണ്. ചിലയിടത്ത് നീല കളറിലെ പീലി കാണാമല്ലോ. എൻ്റെ അവിടെ ഒരു 4-5 ഉണ്ട് മരത്തിന് മുകളിൽ. അവിടെ പീലി ഇങ്ങനെ വിടർത്തുന്നത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഉണ്ട് ഇത് പച്ച കളറിലെ പീലിയാണ് കാണിക്കുന്നത്. ഇത് പീലി അവനൊന്ന് കൊത്തി ഒതുക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ചാരക്കളറിലുള്ള പെൺമയിലായിരിക്കും. ചാരക്കളറാണ് ഇതിന്. ഇപ്പോൾ മ്യൂസിയത്തിന് വെളിയിലോട്ട് പോവുകയാണ്. സത്യത്തിൽ ശരിക്കും ഇത് ഏതാണ്ട് 4 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത്. നടന്ന് ഒരുമാതിരിപ്പെട്ടവരൊക്കെ കുഴയും. അപ്പോൾ ഇനി ഹിസ്റ്ററി മ്യൂസിയവും കനകക്കുന്ന് കൊട്ടാരവും ഒക്കെ കാണാൻ ബാക്കിയാണ്. അത് ഉച്ചയ്ക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മകന് 2ാമത്തെ എക്സാമിന് കയറി കഴിഞ്ഞിട്ട് തിരികെ വരാം. തിരികെ വന്നിട്ട് അവിടെ ഈ പാട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക് കട്ട് ചെയ്തിട്ടായിരിക്കും. അപ്പം അത് മ്യൂസിക് ഇല്ലാത്ത വീഡിയോ നമുക്ക് കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർത്ഥയാത്രയിൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ചാനൽ ഇച്ചിരി ഡിമ്മാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കുക. ഈ ചാനലൊന്ന് കാണാൻ പ്രേരിപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.